കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് പടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആരെ രേണു സുധിയുടെ ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടിട്ട് നീ അതൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാണ്, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വെക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നിന്റെ കൂടെ കൂടാൻ നീ ആരാടാ? 16 വയസ്സുള്ള ഒരു കൊച്ചിനോട് പറയുന്ന വാക്കുകളാണ്. ഇവര് ഒരു അമ്മയാണ്. രേണു സുധിക്ക് എന്ത് അപരാധിത്തരവും ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാം. അവളുടെ പുക്കിൾ കാണിക്കോ, അവളുടെ ചാല് കാണിക്കോ, അവള് മറ്റുള്ള ആൾക്കാരുമായിട്ട് കെട്ടിമറിയുന്നത്, അങ്ങനെ എന്ത് വൃത്തികേടും അവൾക്ക് കാണിക്കാം. നമ്മളാരും പ്രതികരിക്കാൻ പാടില്ല. ഈ പ്രതികരണ ശേഷി ഉള്ളവര് പ്രതികരിക്കും, അല്ലാത്തവര് അവളെ താങ്ങിക്കൊണ്ട് നടക്കും. ഇവര് പറയുവാണേ പഠിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നീ ഇതിലോട്ട് ഇറങ്ങും. അതായത് നിന്റെ ഒരു പ്രായമാകുമ്പോൾ ഒരു പ്രിവിലേജ് കണ്ട വികാരം തോന്നിയ, പൊക്കിൾ കണ്ട വികാരം തോന്നിയ, അത് കണ്ട് ആസ്വദിക്കാനുള്ള പ്രായം വരുമ്പോൾ നീ അതിന് പ്രതികരിക്കാൻ ഇറങ്ങും. ഇതായിട്ടില്ല, കൂടി പോയ +1 +2 നിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടികളെ നീ ഏത് രീതിയിലായിരിക്കും നീ കാണുന്നത്? സ്വന്തം തന്തയും തള്ളയും ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് എന്റെ പൊന്നുപോലെ ഇന്ന് പഠിച്ചില്ലേ കുഴപ്പമില്ലടാ, വരുമാനമാണ് നമുക്ക് മുഖ്യം എന്നും പറഞ്ഞ് കൊടുത്തിട്ട് കണ്ട് അവരാതെ വീഡിയോകൾ ഫുള്ള് പെണ്ണുങ്ങളുടെ പ്രിവിലേജ് ആയാലും പൊക്കിളായാലും പടയായാലും കണ്ട് സൂം ചെയ്ത് ആസ്വദിക്കുക, എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക, 10 പൈസ ഉണ്ടാക്കുക, അത് മതി പോലെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തന്തയും തള്ളയെ വേണം ആദ്യം പറയാൻ. അപ്പൊ 16 വയസ്സുള്ള ഒരു കൊച്ചിനോട് പറയുന്ന ഒരു വാക്കുകളാണ്. അവൻ ചെയ്ത തെറ്റെന്താണ്? രേണു സുധിയുടെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തു. അതിന് ഇവർ പറയുന്ന വാക്കുകളാണ്, നീ മറ്റ് സ്ത്രീകളുടെ ക്ലീവേജ് കാണുകയും സൂം ചെയ്ത് കാണുകയും ഈ സോഷ്യൽ മീഡിയയിൽ രേണുവിന്റെ വട കിട്ടാതെ വരുമ്പോൾ നീ നിന്റെ അമ്മയുടെ വട കാണുകയും ആ വട വിറ്റ് നീ ജീവിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പൊ ഈ സ്ത്രീ വിളിച്ചു കൂവിയത്. ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇവർക്ക് ഉളുപ്പില്ല. ഉളുപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒരു 16 വയസ്സുള്ള ഒരു കൊച്ചിനോട് ഈ രീതിയിൽ പറയത്തില്ല. ഈ സോഷ്യൽ മീഡിയ ആരുടെയും കുടുംബസ്വത്തല്ല. അവന് ഈ 16 വയസ്സിൽ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതിൽ കുറച്ച് വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യാനും അവന് കഴിവുള്ളത് കൊണ്ടാണ് അവനത് ചെയ്യുന്നത്. ഈ 16 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാ പിള്ളേർക്കും ഈ ഒരു കഴിവ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവൻ ഈ ഒരു കഴിവുണ്ട്. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ഇതുപോലെ സംസാരിക്കാനും തൻ്റെ അടുത്തോടെ കാര്യങ്ങൾ തുറന്നു പറയാനും അവന് ആ ഒരു ചങ്കൂറ്റം ഉള്ളത് കൊണ്ടാണ്, ആ ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഒരു ചാനലും തുറന്നു വെച്ച് അവൻ ഇതുപോലെ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അവൻ റിയാക്ട് ചെയ്തതിനെതിരെയാണ് ഈ സ്ത്രീ ഇത്രയധികം തെറി അവരെ വിളിച്ചിട്ടുള്ളത്. വീട്ടിലുള്ള തള്ളേ തന്തേ വളരെ മോശമായിട്ടുള്ള രീതിയിൽ, വൾഗാരിറ്റി നിറഞ്ഞ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സ്ത്രീയെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ആരാണ് ഈ രേണു സുധി? അവരെ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ലേ? അവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് കുറച്ചെങ്കിലും ആൾക്കാർ പ്രതികരിക്കും. അതെന്തുകൊണ്ടാണ്? പ്രതികരണശേഷി ഉള്ളത് കൊണ്ട്. പലർക്കും ഇതുപോലെ പറയണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള സന്ദർഭം അവർക്കില്ല. ഇതുപോലെ വീഡിയോ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാനോ കഴിയാത്തത് കൊണ്ടാണ് അവർ വീഡിയോയ്ക്കൊക്കെ ചെന്ന് കമന്റ് ഇടുന്നത്. ഇവരുടെ വീഡിയോയിൽ വരുന്ന ഒരു 1000 കമന്റിനകത്ത് ഒരു 900 കമന്റ് എങ്കിലും നെഗറ്റീവാണ്. അത് എന്തുകൊണ്ടാണ്? ബാക്കി ആർക്കും എന്താണ് അങ്ങനെ വരാത്തത്? ഒരു 100 പേരെങ്കിലും ഉണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാനാ. 100% ഞാൻ പറയും, ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ സ്ത്രീയുടെ ഗണത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം കമന്റ് ഇടുന്നത്. ഈ സോഷ്യൽ മീഡിയ ഏറ്റവും യൂസ് ചെയ്യുന്നത് കൊച്ചുകുട്ടികൾ തന്നെയാണ്. ഈ കൊച്ചുകുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത വീഡിയോകളാണ് നിരന്തരം ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ ഇവരുടെ പുക്കൾ കാണിക്കാത്തത്, ഇവരുടെ ചാലി കാണിക്കാത്തത്? ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? നേരത്തേക്ക് കാണിക്കാറുണ്ട്, ഇപ്പൊ പറഞ്ഞും തുടങ്ങി. ആൽബത്തിന്റെ പേരിൽ എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയത്? ആ ആൽബത്തിന്റെ ഡയറക്ടറായ ലച്ചു എന്ന് പറയുന്ന സ്ത്രീ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇവരെ കള്ളുഷാപ്പിൽ വെച്ച് എടുത്തു പൊക്കുന്ന ഒരു രംഗമുണ്ട്, അത് ആൽബത്തിൻ്റെതല്ല. ആൽബത്തിൽ അങ്ങനെ ഒരു സീൻസ് ഇല്ല. ഇതിൽ അഭിനയിക്കാൻ വന്ന ഈ രേണു സുധിയും ഈ ദാസൻ കോഴിക്കോടും ഈ പ്രതീഷും മറ്റേ മുടി വളർത്തിയെടുത്തുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ച് ഇവരെടുത്ത ഒരു റീലാണ് നിങ്ങളെ കണ്ടത്. അല്ലാതെ അത് ആൽബത്തിലേതല്ല, അത് ആൽബത്തിന്റെ അല്ല, അവർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഈ ലച്ചു എന്ന് പറയുന്ന ഡയറക്ടർ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങളൊന്നും വാഴ്ത്തി പാടുന്നുണ്ടല്ലോ രേണു സുധിയെ. ഇതുപോലെ വൾഗാരിറ്റി നിറഞ്ഞ റീൽസുകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രതികരിക്കും. ഒരു 16 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി പ്രതികരിച്ചെങ്കിൽ ഒന്ന് ഓർത്ത് നോക്ക് സ്ത്രീയെ. ചെറിയ കുട്ടികൾക്ക് പോലും കാണാൻ പറ്റുന്നില്ല, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടിട്ട്, ഈ അഴിഞ്ഞാട്ടങ്ങൾ. ചെറിയ കുട്ടികൾ പോലും പ്രതികരിച്ചുവെങ്കിൽ കുറച്ചെങ്കിലും ഉളുപ്പ്. അതെങ്ങനെയാ? കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി ആകുമ്പോഴത്തേക്ക് ഉളുപ്പെന്ന് പറയുന്ന സംഭവം ഉണ്ടാവത്തില്ല. എന്തായാലും ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് ബിഷപ്പ് ഒരു കേസ് കൊടുത്തു. ഇപ്പൊ ആ കുട്ടിയും കൊണ്ട് കേസ് കൊടുക്കാൻ പോവാ. സംഭവം വേറെ രീതിയിലാണ് പോകാൻ പോന്നേ. ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടിയത്? 100% നിങ്ങൾ നേരത്തെ ഒരു ലൈവ് ഇട്ടായിരുന്നു. ആ ഒരു ലൈവിൽ ഞാനും വന്ന് കമന്റ് ഇട്ട്. കാരണം എന്താണെന്നറിയാം, നിങ്ങൾ അതിൽ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന കണ്ടപ്പം ഒരു സഹതാപം, ഒരു സങ്കടമൊക്കെ തോന്നി. പക്ഷെ എല്ലാം വെറും നാടകമായിരുന്നു. ഈ 3 പേരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു നാടകം. ഞാനും കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് ക്ഷമിച്ചതാണ്. പക്ഷെ അന്ന് ഞാനത് ചെയ്തില്ല. ഇനി നമുക്ക് നോക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യാം. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര സ്ത്രീകളെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്? രേണു സുധി മാത്രം സേഫ്, രേണു സുധി മാത്രം പതിവ്രത. അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ. ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട്.
ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. എന്ന് കരുതിയിട്ട് തന്തയ്ക്ക് വിളിക്കാനുള്ള ലൈസൻസ് അല്ല ഈ സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ ഈ കമന്റുകളും, ഈ കമന്റ് വന്ന് അടിച്ചങ്ങോട്ട് വിടുന്നവരൊന്ന് ഓർത്തോ, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, വളരെ സ്പീഡാണ്. ഒരുത്തന്നെ ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്. ഷഹീന ചേച്ചി നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ബ്ലോഗറാണ്. ഈ സജീനയുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് വന്ന് ഞൊണ്ടിക്കാലി, ചട്ടുകാലി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിന് ചെന്ന് നല്ല ലൈക്കും സജീന കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഇവരുടെ മനസ്സിന്റെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന്. ആ സ്ത്രീയും ഒരു വിധവയാണ്. അവരുടെ ഭർത്താവിന്റെ മരണശേഷം അവർ പറയുന്നുണ്ട് വീഡിയോയിൽ, ഭർത്താവ് മരിച്ചത് താങ്ങാനാവാതെ ആ ഒരു ഷോക്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി. എന്നിട്ട് അതിൽ നിന്നും അതിജീവിച്ച് പുറത്തു വന്ന ഒരു സ്ത്രീയാണ്. ഇന്നും അവര് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവര് തുണി എറിയുന്നില്ല സോഷ്യൽ മീഡിയയുടെ മുന്നിൽ. അവരുടെ കഴിവ് റിയാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അവരത് ചെയ്ത് അവർ ജീവിക്കുന്നു. 2 ആമക്കളുണ്ട്. അവരെ പോലും വെറുതെ വിടുന്നില്ല. ഷഹീന ചേച്ചി കുറെ പേരുടെ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട്. കമന്റ് ഇടുന്നവരെയും അല്ലാത്തവരെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് നോക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ ഈ സജീന എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവർ കേൾക്കത്തില്ല. അവര് ഇതുപോലെ മറ്റുള്ളവരുടെ ശത്രുത വലിച്ചു കൂട്ടി ഇതുപോലെയുള്ള കേസുകൾ വാരിക്കൂട്ടി അവസാനം ഇവരെന്താണ് നേടുന്നത്? കുറച്ച് കേസും കൂട്ടങ്ങളും മാത്രമേ ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാകത്തുള്ളൂ. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ല. ആരും ഉണ്ടാവത്തില്ല. ഈ കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉണ്ടാവത്തില്ല. അവസാനം നിങ്ങളും നിങ്ങളുടെ മക്കളും വഴിയാധാരമാകും. ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എനിക്ക് ആരുടെ സിമ്പതി വേണ്ട, സഹതാപം വേണ്ട എന്നൊക്കെ. പക്ഷെ പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. റിയാക്ഷൻ വീഡിയോ ഒക്കെ നല്ലതാ. നമ്മുടെ ദേഷ്യം, നമ്മുടെ അഭിപ്രായം എല്ലാം നമുക്ക് പങ്കുവെക്കാം. എങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ കുറച്ചൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അപ്പൊ ടാറ്റാ.